എല്ലാവർക്കും നമസ്കാരം. നമുക്ക് സംസ്കൃത ശ്ലോകങ്ങളിൽ വരുന്ന വിസർഗങ്ങളുടെ ഉച്ചാരണത്തെക്കുറിച്ച് പൊതുവായിട്ട് ഉള്ള ചില കാര്യങ്ങൾ പറയാം. ഏത് പ്രകാരത്തിലാണ് നമ്മൾ വിസർഗങ്ങളെ ഉച്ചരിക്കേണ്ടത് എന്നുള്ളത് ഒന്ന് പ്രതിപാദിക്കാം. 1-ാം അധ്യായത്തിലെ 43-ാമത്തെ ശ്ലോകമാണ് സ്ക്രീനിൽ കാണിച്ചിരിക്കുന്നത്. അതിൻ്റെ ഉച്ചാരണം, പ്രത്യേകിച്ച് വിസർഗത്തിൻ്റെ ഉച്ചാരണം ഒന്ന് ശ്രദ്ധിക്കാം. ദോഷൈരേതൈകുലജ്ഞാനാം വർണ്ണസങ്കരകാരകൈഃ ഉത്സാദ്യന്തേ ജാതിധർമാ കുലധർമാശ്ച ശാശ്വതാഃ. ആദ്യത്തെ വരിയിൽ വർണ്ണസങ്കരകാരകൈഃ, കാരകൈ എന്ന് പറഞ്ഞ് 2 പുള്ളികളോടുകൂടി അവസാനിക്കുന്ന കകാരം, അതിന് ശേഷം വരുന്ന വിസർഗത്തിൻ്റെ ഉച്ചാരണമാണ് ഹി, കാരകൈഹി. അതുപോലെ അടുത്ത വരിയുടെ അവസാനം വരുന്ന ശാശ്വതാഹ, ശാശ്വതാ. ദീർഘം, തകാരത്തിന് ശേഷം ദീർഘം വന്നിരിക്കുന്നു. ആ ദീർഘം ഉച്ചരിച്ചതിന് ശേഷം അഹാ ഉച്ചരിക്കുന്നതാണ് വിസർഗം, ശാശ്വതാഹ. ആദ്യത്തേത് വർണ്ണസങ്കരകാരകൈഃ, രണ്ടാമത്തേത് കുലധർമാശ ശാശ്വതാഹ. അതുപോലെ തന്നെ രണ്ടാമത്തെ അധ്യായത്തിലെ 6-ാമത്തെ ശ്ലോകത്തിൽ ഒന്ന് നോക്കിയാൽ ന ചൈതദ്വിത്മക്കതിരന്നോ ഗരീയോ യദ്വാ ജയേമയതി വാ നോ ജയേയുഹു യാനേവ ഹത്വാ ന ജിജീവിഷാമഃ തേവസ്ഥിതാ പ്രമുഖേദാർത്തരാഷ്ട്രാഃ. ആ രണ്ടാമത്തെ വരിയിൽ ജയേയുഹു, ഉകാരം ആണ് അവസാനം വരുന്നത്, ഉകാരാന്തം എന്ന് പറയും, ജയേയുഹു. അതിനുശേഷം വരുന്ന യു കഴിഞ്ഞ് വരുന്ന വിസർഗത്തിന് ഹു, ജയേയുഹു എന്നാണ് ഉച്ചാരണം വരുന്നത്. അതുപോലെ യാനേവ ഹത്വാന ജിജീവിഷാമ, അകാരാന്തം, മാ കഴിഞ്ഞിട്ട് മ പ്ലസ് ആ, അകാരാന്തമാണ് വരുന്നത്, മായ്ക്ക് ശേഷം വരുന്നത്. അത് ഹ, ജിജീവിഷാമഹ തേ വസ്തുത പ്രമുഖേ ധാർത്തരാഷ്ട്രാഹ. ഇപ്രകാരമാണ് ആ വിസർഗങ്ങളെ ഉച്ചരിക്കേണ്ടത്. ഇനി അടുത്ത ഉദാഹരണം നോക്കാം. 2-ാം അധ്യായത്തിലെ 69-ാമത്തെ ശ്ലോകമാണ്. യാ നിശാ സർവഭൂതാനാം തസ്യാം ജാഗർത്തി സംയമേ യസ്യാം ജാഗൃതി ഭൂതാനി സാ നിശാ പശ്യതോ മുനേഃ. മുനേഃ, അപ്പോൾ മുനേ എന്ന് പറഞ്ഞ അവസാനിക്കുന്ന ആ പദത്തിൻ്റെ ശേഷം വരുന്ന വിസർഗത്തിന് മുനേഹേ എന്നാണ് ഉച്ചാരണം വരുന്നത്. അതുപോലെ 3-ാം അധ്യായത്തിലെ 10-ാമത്തെ ശ്ലോകമാണ് പിന്നെ കാണിച്ചിരിക്കുന്നത്. സഹ യജ്ഞ പ്രജാ സൃഷ്ട്വാ പുരോവാച പ്രജാപതിഃ അനേന പ്രസവിഷ്യദ്വം ഏഷവോസ്തിഷ്ടകാമധു. ഇപ്പോൾ പ്രജാപതി ഇകാരാന്തം വന്നിട്ട് പിന്നീട് വരുന്ന വിസർഗം അത് പ്രജാപതിഃ എന്നാണ് ഉച്ചാരണം വരേണ്ടത്. അതുപോലെ അടുത്ത 28-ാമത്തെ ശ്ലോകത്തിൽ പറഞ്ഞിരിക്കുന്ന തത്വവിത്തു മഹാബാഹോ ഗുണകർമ്മ വിഭാഗയോഹോ. വിഭാഗയോഹോ, യോ എന്ന് പറഞ്ഞിട്ട് അവസാനിക്കുന്ന ആ പദത്തിന് ശേഷം വരുന്ന വിസർഗത്തെ വിഭാഗയോഹോ എന്നാണ് ഉച്ചാരണം വരേണ്ടത്. ഇത്രയും ആകുമ്പോൾ ഒരുവിധം എല്ലാ തരത്തിലുള്ള ഉച്ചാരണങ്ങളും വന്നിട്ടുണ്ട്. പാരായണം ചെയ്യുമ്പോൾ അവസാനം വരുന്ന പദങ്ങൾക്ക് ശേഷം ഉണ്ടാകുന്ന വിസർഗങ്ങൾ ഏത് രീതിയിലാണോ അതിനനുസരിച്ചാണ് ഉച്ചരിക്കേണ്ടത്. ഈ ഉച്ചാരണങ്ങൾ പഠിക്കുമ്പോൾ പൂർണ്ണവർണ്ണമായിട്ട് ഉച്ചരിച്ച് പഠിക്കുക എങ്കിലും ഭാഷയുടെ നിയമം അനുസരിച്ചിട്ട് വിസർഗങ്ങൾ എല്ലാം അർദ്ധവർണ്ണങ്ങളാണ്, പൂർണ്ണവർണ്ണമല്ല. അർദ്ധവർണ്ണം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക ച ട
ത, പ ഇതെല്ലാം പൂർണ്ണവർണ്ണങ്ങളാണ്. എന്നാൽ അതിൻ്റെ അർദ്ധവർണ്ണങ്ങൾ ക, ച, ത, ട, പ അങ്ങനെ പൂർണ്ണവർണ്ണത്തിൻ്റെ അർദ്ധമാത്രയിലുള്ള അല്ലെങ്കിൽ ചന്ദ്രക്കലയോട് ചേർന്ന് ഉച്ചരിക്കുമ്പോഴാണ് അർദ്ധവർണ്ണമാകുന്നത്. അപ്പോൾ ഇപ്രകാരം അർദ്ധവർണ്ണങ്ങൾ ഈ ശ്ലോകത്തെ എവിടെ വന്നാലും അതൊരു പൂർണ്ണവർണ്ണങ്ങളുടെ എണ്ണത്തിൽ കൂട്ടുന്നതല്ല. മിക്കവാറും ഭഗവത്ഗീതയിലെ അല്ലെങ്കിൽ ഒരുവിധം പുരാണങ്ങളിലെ എല്ലാം ശ്ലോകങ്ങൾ അനുഷ്ടുപ്പ് എന്നുള്ള ഛന്ദസ്സിലാണ് രചിക്കപ്പെട്ടിട്ടുള്ളത്. ഈ അനുഷ്ടുപ്പ് എന്നുള്ള ഛന്ദസ്സ് 4 പാദങ്ങളായിട്ട് 8 വർണ്ണങ്ങൾ വീതമാണുള്ളത്. അപ്പോൾ ഏതെങ്കിലും വിസർഗം നമ്മൾ പൂർണ്ണവർണ്ണമായിട്ട് ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഒരു പാദത്തിൽ 8 എന്നുള്ളതിന് 9 വർണ്ണങ്ങൾ വരും. അവിടെ ആ ഛന്ദസ്സിൻ്റെ നിയമം ലംഘിക്കപ്പെടും. തന്നെയുമല്ല അതൊരു വൃത്തത്തിലായിരിക്കും നിബന്ധിച്ചിരിക്കുന്നത്. ആ വൃത്തത്തിനും ഒരു ഭംഗം വരും, വൃത്തഭംഗം എന്ന് പറയും. അപ്പോൾ അതുകൊണ്ട് പഠിക്കുവാനായിട്ട് പൂർണ്ണവർണ്ണമായിട്ട് ഉച്ചരിച്ച് ശീലിക്കാമെങ്കിലും യഥാർത്ഥത്തിലുള്ള പാരായണത്തിൽ അതെല്ലാം അർദ്ധവർണ്ണമായിട്ടാണ് നമ്മൾ പാരായണം ചെയ്യേണ്ടത്. ഇതാണ് വിസർഗത്തെക്കുറിച്ചുള്ള പൊതുവായ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടത്.